കൊല്ലം വലിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നാളെ മുതൽ ആരംഭിക്കും. ശ്രീ രാമചന്ദ്ര വൈദിക പീഠത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് യാഗം നടക്കുന്നത്. നാളെ മുതൽ മെയ് 3 വരെ നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 18-ലധികം പണ്ഡിതന്മാരായ വൈദികർ പങ്കെടുക്കും. കേരളത്തിൽ ആദ്യമായാണ് വസന്തകാലത്തെ വെളുത്തപക്ഷത്തെ 9 ദിനരാത്രങ്ങളിലായി നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുന്നത്. കാർത്തിക മുതൽ ഭരണി വരെയുള്ള 27 നക്ഷത്രങ്ങളെ വേദമന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് ആഹൂതി ചെയ്യുന്ന യാഗമാണിത്. ഓരോ മനുഷ്യന്റെയും ജന്മം ഓരോ നക്ഷത്രത്തിലായിരിക്കും. 4 പാദങ്ങളുള്ള നക്ഷത്രത്തിൽ ജനിക്കുന്ന മനുഷ്യന്റെ നക്ഷത്രങ്ങളിലെ ബലാബലങ്ങളാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അതിനെ സന്തുലിതാവസ്ഥയിലാക്കി പുഷ്ടിപ്പെടുത്തുന്ന വൈദിക ക്രിയയാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗം. നാളെ മുതൽ മെയ് 3 വരെ വലിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന യാഗത്തിൽ തിരുവിതാംകൂറിലെ പ്രഥമ സോമയാജിപ്പാടായ മുടപ്പിലാപ്പള്ളി ബ്രഹ്മശ്രീ വാസുദേവ സോമയാജിപ്പാടും സ്മിത പത്തനാടിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. 18ഓളം പണ്ഡിതരായ വൈദികരും യാഗത്തിന്റെ ഭാഗമാകും. നമ്മുടെ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള യാഗമാണ് നക്ഷത്ര സത്ര ഇഷ്ടി യാഗം. അത് ഓരോ മനുഷ്യൻ്റെ ജന്മവും ഓരോ നക്ഷത്രത്തിലായിരിക്കും. ആ നക്ഷത്രത്തിൻ്റെ ബലാബലങ്ങളെ അനുസരിച്ചാണ് ആളുടെ ജീവിത രീതികൾ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ബലാബലങ്ങളെ തുല്യമാക്കി ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഊർജം നൽകുന്ന ഒരു പ്രക്രിയയുമാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തിലൂടെ നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കർണാടകയിൽ നിന്നും കാളഹസ്തി അവിടെ നിന്നൊക്കെയുള്ള നിരവധി വൈദികർ പങ്കെടുക്കുന്നുണ്ട്. അവർ നമ്മുടെ അടുത്ത് കോന്നിയിൽ നടന്ന സോമയാഗം, അതിനുശേഷം അവിടെ ഒരു അതിരാത്രം ഉണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പണ്ഡിതന്മാരാണ് ഈ യാഗത്തിൽ പങ്കെടുക്കുന്നത്. യാഗത്തിനായി പുണ്യപുരാതനമായ ഉജ്ജയിനിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും എത്തിച്ചിട്ടുണ്ട്. ത്രേതായുഗത്തിനോളം പഴക്കമുള്ള ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം, അതായത് എല്ലാ പ്രകൃതിയും മഹാവിഷ്ണുവിൽ പ്രകൃതിയുടെ സംരക്ഷകനായിട്ട് മഹാവിഷ്ണുവിനെയാണ് പറയുന്നത്. ആ സ്ഥിതികാരകനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിമ ത്രേതായുഗത്തിൽ പൂജിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ല ത്രേതായുഗത്തോളം പഴക്കമുള്ള ഒരു മഹാവിഷ്ണു പ്രതിമ നമ്മൾ ഉജ്ജയിനിയിൽ നിന്ന് ഈ യാഗത്തിന് പ്രധാനമായി പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ അരണി കടഞ്ഞ് യാഗാഗ്നി ജ്വലിപ്പിക്കും. ഓരോ ദിനങ്ങളിലായി വിവിധ യാഗങ്ങൾ നടക്കും. ഒരു ദിവസം 900 ഭക്തർക്ക് 3 നക്ഷത്രങ്ങളിലായി യാഗത്തിൽ പങ്കെടുക്കാം. മെയ് 3 അപഭൃത സ്നാനത്തോടെയാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗം പരിസമാപിക്കുക. ജനം, കൊല്ലം.